ആഴ്ചയിൽ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ പോകുന്ന സ്ഥലമാണ് ജിമ്മിലോട്ട്. ഇവിടെ പോയിട്ട് കുറച്ച് നേരം വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ബാബയുടെ കാര്യങ്ങളാണ് നോക്കുന്നത്, എൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പൊതുവെ ജിമ്മിൽ പോകാറൊന്നുമില്ല, നോർമലായിട്ടുള്ള ഫിറ്റ്നസ് മാത്രമാണ്, കണ്ടാലും പറയും എല്ലാവരും. അവിടെ നിന്ന് കഴിഞ്ഞ് നേരെ റൂമിലോട്ടൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ കൊത്തു പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡും കൂടെയാണ് കൊത്തു പൊറോട്ട. പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബ് കയറി നേരത്തേക്ക് നോക്കി പഠിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് ഈ പ്രാവശ്യം യൂട്യൂബിൽ നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. വേറെ ആരോ ഒന്നും കുറ്റം പറയാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം എന്തായാലും അടിപൊളിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴും മാറിപ്പോകുന്നത് കൊത്ത് പൊറോട്ടയല്ല, കൊത്ത് ചപ്പാത്തിയാണ്. ഇവിടെ ചപ്പാത്തിയാണ് കിട്ടുന്നത്, പൊറോട്ട പോലെയാണ് ഇരിക്കുന്നത്. എന്തായാലും സംഭവം കണ്ടത് ഇവിടെ മൈദമാവിലാണ് അവർ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 2 പപ്പടം വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കളർ പോലെ ഇരിക്കുന്ന സാധനം നിങ്ങൾക്ക് എൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു, അത് കുറച്ച് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ പ്രാവശ്യം കഴിച്ചാൽ നല്ലൊരു ഫുഡായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല രുചിയായിട്ടാണ് ഞാൻ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയത്, ഉപ്പൊക്കെ കറക്റ്റായിട്ടാണ് ഞാൻ ചേർത്തത്. ഇന്നത്തെ ഫുഡും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്ന അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ഗായ്.